മസാലയുടെ ഈ ഫ്ലോറിലേക്ക് അടുത്തതായി എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസിനായി സ്വാഗതം ചെയ്യുകയാണ് ബിനു കുറിയാത്തി. സ്വാഗതം കോമഡി മസാലയുടെ ഈ ഫ്ലോറിലേക്ക്. യെസ്, എന്താണെന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് പ്രശസ്ത ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ സാറിൻ്റെ ശബ്ദവും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പാട്ടും. ഓക്കെ, എല്ലാ മാന്യ പ്രേക്ഷകർക്കും സരിഗമ ബെനിസയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. സോ ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ 10,000 രൂപ സമ്മാനമായിട്ടുണ്ട്. ചോദ്യം ഇതാണ്: സോമനാഥ പരിപാലയ സുമാ, സോമനാഥ പരിപാലയ സുമാ, വമദേവ പാർവതി, വമദേവ പാർവതി സുകുമാരേ, വമദേവ പാർവതി സുകുമാരേ. ചോദ്യം ഇതാണ്: ഈ ഗാനത്തിലെ സ്വാമിനാഥൻ്റെ പരിപ്പിളക്കിയത് ആരാണ്? 3 ഓപ്ഷൻസ് ഉണ്ട്: എ സുമ, ബി സുകുമാരൻ, സി പാർവതി. ശരി ഉത്തരം പറയണമെങ്കിൽ താങ്കൾക്ക് 10,000 രൂപ സമ്മാനമായിട്ടുണ്ട്. എം ജി ശ്രീകുമാറിനെ ഫിഗർ ചെയ്യാറുണ്ടോ? ഫിഗർ ചെയ്യാറുണ്ട്, എവിടെയോ ഒരു ഛായ കാച്ചിയതുപോലെ. യെസ്, അപ്പൊ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തില് അദ്ദേഹത്തിന്റെ സോങ്, അതാണ് താങ്കളുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഓക്കെ, ഇനി എന്താണ് അടുത്ത നമ്പർ കയ്യിലുള്ളത്? ഇനി അടുത്തായിട്ട് ഒരു കരോക്കെ വൻമനുഷ്യമാണ്. കമ്മീഷണർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മോഹൻ തോമസ് എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ താരം അന്തരിച്ച നടൻ ശ്രീ രതീഷ്, അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ ചിലർ ചിലപ്പം മന്ത്രി എന്ന് വിളിക്കും. വെറും മന്ത്രിയല്ല, കേന്ദ്രമന്ത്രി. ഇത് രണ്ടുമല്ല, ആവണമെന്നില്ല. പിന്നെ അധികാരം വേണമെങ്കിൽ നമ്മൾ നേരിട്ട് കസേരയിലിരിക്കണമെന്നില്ല. അത് നമ്മുടെ കൈ വെള്ളയിലിരുന്നാൽ പോരെ. സ്വന്തം കൂടപ്പുറപ്പിനെ നിങ്ങൾ ഇടിച്ചു പിഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് വിഷമമില്ല, നിങ്ങളുടെ അതിര് കടന്നുള്ള ചങ്കൂറ്റത്തെക്കുറിച്ച് നേരെ അത്ഭുതം. ഞാൻ കണ്ടപ്പോഴോ പറഞ്ഞല്ലോ സാർ, ഇവിടുത്തെ കാൽക്കാസിൻ്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഹോബിയെന്ന്. ചർക്കയിൽ നൂറ്റെടുത്ത കതിർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തുപ്പിയും ധരിക്കുന്ന പഴയ ദരിദ്രരാഷ്ട്ര ദില്ലിയല്ല. അവരപ്പാടെ പടിയിറക്കി പിണ്ണം വെച്ച് ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലുമെല്ലാം കൊണ്ട് കൗതീനം ധരിപ്പിക്കുന്ന പുതിയ ഡൽഹി, കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥമായ ഡൽഹി. I belong there. യെസ്, ഗുഡ് ജോബ്, ഗുഡ് ജോബ്, വെരി ഗുഡ്. രതീഷിന്റെ ശബ്ദം കുറെ നാൾ കൂടിയിട്ടാണ് ഒരാൾ ഇങ്ങനെ സ്റ്റേജിൽ അത് ഇത്രയും ലോങ് ഡയലോഗ് പ്രസന്റ് ചെയ്ത് കേട്ടത്. നന്നായിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോൾ ഇനി അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നത് മലയാള സിനിമയുടെ പഴയകാല ഒരു താരമാണ്, അന്തരിച്ചുപോയ ശ്രീ സുകുമാരൻ സാർ. അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് ഇനി അവതരിപ്പിക്കുന്നത്. വരണം വരണം വരണം. അല്ല, കുടിക്കാൻ ചായയോ കപ്പി? അയ്യോ, രണ്ടുമില്ല. പിന്നെ തോമസിന്റെ മകൾ ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്ന് പറയാനുള്ള കാരണം? എന്റെ മോൾ ആത്മഹത്യ ചെയ്യൂല സാർ. അപ്പോ ഓമന ആരെങ്കിലും കൊന്നതാണ്? അതെ. തോമസിന് ആരെയാ സംശയം? സണ്ണിയാണ്? അതോ ഔസപ്പ്? അതോ രണ്ടുപേരെയും? അങ്ങനെ വല്ല ഉണ്ടെന്ന എന്റെ ചോദ്യം. എനിക്കറിയില്ല സാർ. വാടോ, മരിച്ചവരോ മരിച്ചു, അതിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവരുടെ സൂര്യൻ കൂടെ കെടുത്തണോ തോമാജ? ചെല്ല് ചെല്ലേ. അടിപൊളി, അസലായി. അപ്പോൾ ഇനി അവസാനമായിട്ട് അവതരിപ്പിക്കുന്നത് ലേലം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ സുരേഷ് ഗോപി സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. എന്നാ അറിയോല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി
ആണുങ്ങളിലാണ് അബ്ഗാർ പ്രമാണി, കടയാടി രാഘവൻ, അക്കമൻ ഠാറാൽ, കടയാടി തമ്പി, ദ ക്രൂവൽ കൂൾബടി കുന്നേൽ അവതക്കുട്ടി, ദി ഏൻഷ്യന്റ് ബട്ട് പിയർലെസ് ബൂസ്റ്റ് ഐക്കോസ്റ്റ് കുന്നേൽ മത്തച്ചൻ, പിന്നെ കള്ളു കച്ചവടക്കാർക്കിടയിലെ ഡോൺ കടയാടി ബേബി. ആരും അങ്ങനെ ഒത്തിരി ഒന്നും പേടിക്കണ്ട. ആനക്കാട്ടിൽ ഈ ബസ്സിന്റെ ചോര കൊണ്ട് കളിച്ചത് ഈ കൂട്ടത്തിൽ അത് തന്തയ്ക്ക് പിറക്കാത്തവനാണെന്ന് ഇവൻ പറഞ്ഞിട്ടില്ല. സൂക്ഷിച്ചോ, തിരിച്ച് ഈ തോക്ക് ബേബിയുടെ കൈ തന്നെ വരും. അന്നേരം നിന്റെ 2 ചങ്കം മതിയാവുന്ന താങ്ങാൻ. വേണ്ട, നമ്മൾ തമ്മിലുള്ള കണക്കുകൾ വാദിച്ച് തുടങ്ങട്ടെ ഉള്ളൂ ചാക്കോച്ചി. നിന്റെ തന്നെയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരിട്ട്. നിന്റെയൊക്കെ സമയമാവുന്നതേ ഉള്ളടാ കള്ള കടയാടി മോന്. ആവട്ടെ, അന്ന് തിരിച്ചു വരെ ചാക്കോച്ചി. ഇതൊരു ഇടവേളയാ. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ദ ഇൻട്രൊഡക്ഷൻ. അസലായിട്ടുണ്ടായിരുന്നു അല്ലേ? നന്നായിട്ടുണ്ട്. താങ്ക് യു ഏട്ടാ. യെസ്, അദ്ദേഹത്തിന് മ്യൂസിക്കിന്റെ മൊത്തത്തില് അദ്ദേഹം ഒരു MG ശ്രീകുമാറാണ് അല്ലേ? ശ്രീകുമാരേട്ടന്റെ അപ്പിയറൻസ് എല്ലാം, അപ്പിയറൻസ് ആ നന്നായിരുന്നു. മൂക്ക്, കണ്ണ്, ഹെയർ സ്റ്റൈല്, നടപ്പ്, സംസാരം, എന്ത് സംസാരിച്ചാലും. സ്റ്റാർ പറഞ്ഞ വേറെ ആയിരുന്നു കേട്ടോ. ആ, അതെ, സ്റ്റാർ പറഞ്ഞത്. എല്ലാം പറഞ്ഞ MG ശ്രീകുമാരേട്ടൻ്റെ കൂട്ടല്ല പറഞ്ഞെല്ലാം നന്നായിരുന്നു. Yeah. ചെയ്ത സ്റ്റാറുകളൊക്കെ ഏകദേശം നന്നായിട്ടുണ്ട്. ഏകദേശം എന്ന് പറയാൻ കാര്യം, ഞാൻ നേരത്തെ ഏതോ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളിതിൻ്റെ ലെങ്ത് കുറച്ചാൽ കറക്റ്റ് ശബ്ദമാണ് എന്ന് വരും. ചിലയിടത്ത് നമ്മൾ കുറച്ച് ലെങ്ത് കൂടിപ്പോയാൽ ചിലപ്പോൾ ഈ ശബ്ദത്തിൽ നിന്ന് മാറിപ്പോവും. ആ, അപ്പോൾ ആ കള്ളത്തരം നമ്മൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് കൊടുക്കരുത്. അതുകൊണ്ട് ഈ പറയുന്ന ഡയലോഗുകളുടെ ലെങ്ത് ഒന്ന് കുറച്ച് കുറെ കൂടെ പെർഫെക്റ്റ് ആക്കി പെർഫെക്ഷൻ പോയാൽ ഫീൽ ചെയ്യുമെന്നാണ് ഒരു suggestion. എന്നാലേ ജനത്തിനത് സൂചിക്കുള്ളൂ. അതൊന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. ഇതിപ്പോൾ റെക്കോർഡിങ്ങും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കും അത് റെക്കോർഡ് ശരിക്കുള്ള റെക്കോർഡ് ആയിരിക്കും എന്നും ധരിച്ചേക്കാം. അതുകൊണ്ട് അത് അതിൻ്റെ ലെങ്ത് കുറയ്ക്കുക, കുറെ കൂടെ പെർഫെക്ഷൻ ആക്കാനുള്ള ശ്രമം നടത്തുക. ആക്ഷനൊക്കെ ഏകദേശമൊക്കെ നടന്മാരുടേതായിട്ടുള്ളത് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമായിരുന്നു. താങ്ക്സ്. അപ്പൊ നല്ലൊരു പെർഫോമൻസ് തന്നതിന് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം.